വണക്കം 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 91 ന്യൂസിലേക്ക് സ്വാഗതം. സത്യത്തിൽ വേടൻ ഹിന്ദു ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികളുടെ കയ്യിലെ വെറും പാവയാണ്. കാരണം ദളിതർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു എന്ന കാപട്യമാണ് വേടന്റെ തുറുപ്പ് ചീട്ട്. എന്നാൽ ആഡംബര ജീവിതത്തിൽ ആറാടി ജീവിക്കുന്ന ഹിരൺദാസ് മുരളി ഒരു ദളിതനല്ല. ഇയാൾ ഇന്നുവരെ ദളിതരുടെ ഒരു സമരപരിപാടിയിലും പങ്കെടുത്തിട്ടുമില്ല. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ സിന്തറ്റിക് ഡ്രഗ് ലഹരിയിൽ ഏറ്റവും മുന്തിയ തരം മദ്യം കഴിച്ചും അതിസമ്പന്നരോടൊപ്പം കൂടി ഏറ്റവും വില കൂടിയ ആഹാരം രുചിച്ചും ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്ത് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി സംഗീത പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചും സസുഖം വാഴുന്ന ഇയാൾ ഏത് ദളിതന്റെ കുടിലിൽ പോയിട്ടുണ്ട്? എത്ര ദളിതരെ സഹായിച്ചു? ദളിതരിൽ പട്ടിണി കിടക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങി നൽകിയിട്ടുണ്ടോ? അന്തി ഉറങ്ങാൻ ഒരു ചെറു കൂര പോലുമില്ലാത്ത പാവം ആദിവാസികളിൽ ഒരു കുടുംബത്തിന് ഒന്ന് മറച്ചു കെട്ടാൻ 2 ടാർപോളിൻ വാങ്ങി നൽകിയിട്ടുണ്ടോ? നന്നായി പഠിക്കുന്ന പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഒരു ജോഡി യൂണിഫോം പോട്ടെ, ഒരു പെൻസിലെങ്കിലും വാങ്ങി നൽകിയോ? യാത്ര ചെയ്യാൻ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തോ? മരുന്ന് വാങ്ങാൻ 10 രൂപ സഹായിച്ചോ? തൻ്റെ ഒപ്പം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആരെയെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ടോ? ഇയാൾ വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. കാപട്യത്തിലൂടെ ജാതി പറഞ്ഞ് ദളിതരെ പറ്റിച്ച് തൻ്റെ കറുത്ത നിറത്തിനു മുകളിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് അതിനെ കലാപരമായി ജാതിപരമായി വാണിജ്യവൽക്കരിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ച് സുഖിച്ച് പിന്നോക്ക സമുദായക്കാരെ നോക്കി കപട വർത്തമാനങ്ങൾ പറഞ്ഞ് കരഞ്ഞും സമ്പന്നന്റെയും സവർണന്റെയും തോളിൽ കൈയിട്ട് തിരിഞ്ഞു നിന്ന് ചിരിച്ചും ദളിതരെ അപമാനിക്കുന്നു. പട്ടികജാതി കുട്ടികൾക്ക് പഠിക്കാൻ കഴിവില്ലെന്നും കാരണം അവരുടെ DNA-യിൽ അതില്ലെന്നും പറഞ്ഞ് ഈ സമൂഹത്തിൽ അവരെ ഏറ്റവും താഴേക്കിടയിലേക്ക് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന വേടൻ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറെയും KR നാരായണനെയും ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെയും ഒക്കെ ദളിത് വംശജരിൽ നിന്നും മറച്ചു പിടിക്കുന്നു. വെങ്ങാനൂർ മഹാത്മാ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി രാഷ്ട്രീയ ജാതി കുതന്ത്രങ്ങൾക്ക് വീണ്ടും കറുപ്പ് നിറം പകരുന്നു. 1937 അയ്യങ്കാളിയെ കാണാൻ വെങ്ങാനൂരിലെത്തിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വേടൻ വിസ്മരിക്കുന്നു. അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ അയ്യങ്കാളിക്കൊപ്പം നിന്ന സവർണജാതിയിൽപ്പെട്ട നവോത്ഥാന സമര നേതാക്കളെ ഓർമ്മപ്പെടുത്താതിരിക്കുന്നു. ഹൈന്ദവ ഐക്യത്തിനെതിരെയുള്ള വേടന്റെയും വേടന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെയും ഈ കുടില തന്ത്രങ്ങൾക്ക് വെറും അൽപായുസ് മാത്രമാണ് ഉള്ളത് എന്ന് പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പരിശോധിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകും. ഹിരൺദാസ് മുരളി ദളിതർക്ക് വേണ്ടിയോ പിന്നോക്ക സമുദായത്തിന് വേണ്ടിയോ അല്ല നിലനിൽക്കുന്നതെന്നും ഹൈന്ദവരെ വീണ്ടും ഭിന്നിപ്പിക്കുക എന്ന വർഗീയ ശക്തികളുടെ കയ്യിലെ വെറും കേവല ചട്ടുകം മാത്രമാണ് ഇയാളെന്നും മലയാള ദേശം മനസ്സിലാക്കി കഴിഞ്ഞു. പാട്ടുകൾ നന്നാകട്ടെ, ഗാനപ്രേമികൾ സംഗീതത്തെ സ്വീകരിക്കട്ടെ, അതല്ലാതെ സമസ്ത മേഖലകളിലും മുന്നേറാൻ ശ്രമിക്കുന്ന പിന്നോക്ക സമുദായത്തെ വീണ്ടും ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ച് പിന്നിലേക്ക് വലിക്കുവാനുള്ള ശ്രമം ഇനി വിജയിക്കില്ല. തമിഴ് പുലികളുടെ ഭീകരവാദവും പാലസ്തീനി ഹമാസ് തീവ്രവാദ പ്രവർത്തനങ്ങളും വിപ്ലവ ചൈനയിൽ സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾ ഇസ്ലാമിക വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ കത്തിക്കുന്നതും പാടി പ്രോത്സാഹിപ്പിക്കുന്നത് കേരളത്തിലെ ഏത് ദളിത് വിഭാഗത്തിന് വേണ്ടിയാണ്? ഏത് പിന്നോക്ക വിഭാഗത്തിന് ഗുണം ചെയ്യാനാണ്? മലയാളം മണ്ടന്മാരുടെ നാടല്ല എന്ന് ഹിരൺദാസ് മുരളി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.